Good evening, students. In the last class, we discussed about the need of grouping of capacitors. As you know, there are two types of combination. One is called a series combination. Especially we go for this combination when the applied potential is more than the potential which can withstand by each capacitor in that group. And the second type of combination is called a parallel combination. Especially we go for this combination when the required capacitor is more than the individual capacitance. Let us see how we can identify these two combinations. First one is about series combination. Capacitors are said to be connected in series between 2 points if we can proceed from one end to the other end only through one path. This is how we defined this combination, series combination. Let us see what is that definition says. Suppose I took 2 points A and B. Between A and B, I just connected 3 capacitors like this. What is the speciality of this connection? You can see I can move from one end A to the another end B only through one path along this path. There is no other options. ഇങ്ങനെ പോവാൻ കഴിയുള്ളൂ എയിൽ നിന്ന് ബിയിലേക്ക്. ഒരു വഴിയിലേക്ക് കൂടി മാത്രമേ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വഴിയേ ഉള്ളുവെങ്കിലാണ് ആ കോമ്പിനേഷനെ സീരീസ് എന്ന് വിളിക്കുക. കമ്മിങ് ടു ദി അതർ ടൈപ്പ്, പാരലൽ. Capacitors are said to be connected in parallel between 2 points if we can proceed from one end to the other end through different path. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും നമ്മൾ ഒരേ സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നോക്ക്, എന്ന് ബിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു വഴിയല്ല ഉള്ളത്, 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴിയുണ്ട്. അതേതാ വഴി? ഇതാ നോക്കിക്കോ, പാത്ത് ഏതൊക്കെയാ നോക്കിക്കോ. ഇതാ എന്ന് ബിയിലേക്ക് ചാർജിന് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഇങ്ങനെ C1 വഴി. അതേ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ വേണ്ടി ചാർജിന് C1 ഒഴിവാക്കിക്കൊണ്ട് C2 വഴി പോകാൻ പറ്റും, C2ലേക്ക് കൂടി പോകാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ വഴിയായി. അത് മാത്രമല്ല, മൂന്നാമതൊരു വഴിയും കൂടിയുണ്ട്. ഇതാ ഇങ്ങനെ. അങ്ങനെ ഒന്നിൽ കൂടുതൽ, 3 ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. ഇവിടെ ഇപ്പോൾ 3 കപ്പാസിറ്റർ ആയതുകൊണ്ട് 3 വഴി. ഇങ്ങനെ ഒന്ന് കൂടുതൽ വഴികളുണ്ട്. കപ്പാസിറ്റർ ജോയിൻ ചെയ്തപ്പോൾ എന്ന് ബിയിലേക്ക് ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ചാർജിനെത്താൻ എങ്കിൽ ആ മെത്തേഡ് ഓഫ് കണക്ഷനെ വിളിക്കുന്ന പേരാണ് പാരലൽ കോമ്പിനേഷൻ. ഇതാണ് ഡെഫിനിഷൻ. ഇനി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീരീസിനെയും പാരലലിനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. നിങ്ങളിങ്ങനെ വിചാരിക്കുക, കപ്പാസിറ്ററിന് 2 പ്ലേറ്റ് ഉണ്ട്, ലെഫ്റ്റ് പ്ലേറ്റ്, റൈറ്റ് പ്ലേറ്റ്, പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്. ഇപ്പോൾ ഇതൊരു കപ്പാസിറ്ററിൻ്റെ ലെഫ്റ്റ് പ്ലേറ്റ്, റൈറ്റ് പ്ലേറ്റ്. റെഡി? ലെഫ്റ്റ് പ്ലേറ്റ്, റൈറ്റ് പ്ലേറ്റ്. ഇത് വേറൊരു കപ്പാസിറ്ററിൻ്റെ ലെഫ്റ്റ് പ്ലേറ്റ്, റൈറ്റ് പ്ലേറ്റ്. നമുക്ക് 2 കൈയുള്ള പോലെ, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്. ഒരു കപ്പാസിറ്ററിൻ്റെ റൈറ്റ് പ്ലേറ്റ് അടുത്ത കപ്പാസിറ്ററിൻ്റെ ലെഫ്റ്റ് പ്ലേറ്റുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുക. എന്നാലോ മറ്റേ 2 പ്ലേറ്റും തമ്മിൽ ജോയിൻ്റ് ആവരുത്. അവർ ജോയിൻ്റ് അല്ല, ഒരു പ്ലേറ്റുകൾ മാത്രം ജോയിൻ്റ് ആവുക. ഈ ജോയിൻ്റ് ആവുന്ന ഇടയിൽ നിന്ന് വേറെ ബ്രാഞ്ചിങ് ഒന്നും ഉണ്ടാവരുത്. അങ്ങനെയാകുമ്പോൾ അതിനെ സീരീസ് എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ മനുഷ്യ ചങ്ങലയെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കൂലേ, ജാഥ എങ്ങനെ. അപ്പോൾ അത് സീരീസാണ്. ഒരാളുടെ വലത്തെ കൈ മറ്റേയാളുടെ ഇടത്തെ കൈയിലല്ലേ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അവർ രണ്ടാളും പിടിക്കുന്നതിനിടയിൽ വേറെ ആരും കയറി വന്ന് പിടിക്കുന്നില്ലല്ലോ, ഇടയിൽ പിടിക്കരുത്. ഇപ്പോൾ ഞാൻ പറയാം കുറച്ചുകൂടി മനസ്സിലാക്കാൻ, ഇതവിടെ ശ്രദ്ധിക്കുക. C1 C2 സീരീസാണ്. എന്തുകൊണ്ടാണ് സീരീസാന്ന് പറയുന്നത്? C1ൻ്റെ റൈറ്റ് പ്ലേറ്റും C2ൻ്റെ ലെഫ്റ്റ് പ്ലേറ്റും ജോയിൻ്റ് ആയി. മാത്രമല്ല ജോയിൻ്റ് ആവുന്നതിൻ്റെ ഇടയിൽ വേറെ ബ്രാഞ്ചിങ് ഇല്ല. എന്നാൽ ഇവിടെ നോക്കാം, ഞാൻ അടുത്ത വരക്കാൻ പോകുന്ന പിക്ചർ. ഇപ്പോഴ് C1 C2 C3 3 സീരീസാണ് ഇപ്പോഴ്. എന്നാൽ അടുത്ത നോക്കിയാൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിക്കൊന്നു ആ പിക്ചറിൽ. ഇപ്പോഴ് ഇവിടെ ഏതാണ് സീരീസ് എന്ന് ചോദിക്കുമ്പം C1ഉം C2ഉം സീരീസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല. അല്ലാണ്ടാക്കിയത് ആരാന്നറിയാം? ഈ കണക്ഷനാണ് അല്ലാണ്ടാക്കിയത്. ഇവിടെ തൊട്ടു വേറെ ആൾ. ഇവനും സീരീസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല, അത് C2 ആണ് അബദ്ധാക്കി കഴിഞ്ഞാൽ. C2ൻ്റെ ഈ ഒരു കോണ്ടാക്ട് അവരെ സീരീസ് അല്ല ഉണ്ടാക്കി. ഇവിടെ ഏതെങ്കിലും 2 കപ്പാസിറ്റർ സീരീസ് ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഇവർ രണ്ടാളും. അതങ്ങനെ ഇവർ രണ്ടാളും സീരീസ് ആണെന്ന് പറയാൻ കാരണം ഇതാ C2ൻ്റെ റൈറ്റ് പ്ലേറ്റും C3ൻ്റെ ലെഫ്റ്റ് പ്ലേറ്റും ജോയിൻ്റ് ആയി. ഈ ജോയിൻ ചെയ്ത ഇടയ്ക്കിൽ ഇവിടെ ആരും വന്ന് തൊടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ സീരീസ് ആവാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഒരു കപ്പാസിൻ്റെ ഒരു പ്ലേറ്റും മറ്റേ കപ്പാസിൻ്റെ വേറൊരു പ്ലേറ്റും ജോയിൻ്റ് ആവണം. ആ ജോയിൻ്റ് ആവുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേറെ ആരും കോണ്ടാക്ട് വരരുത്. ഇപ്പം ഇത് സീരീസാണ്, ഇപ്പം ഇത് സീരീസ് അല്ലാണ്ടായി. ആരല്ലാണ്ടായി? ഇത് രണ്ടും സീരീസ് അല്ലാണ്ടായി. ഇനി ഒന്ന് സീരീസ് അല്ല എന്ന് പറയുന്നത് പാരലൽ ആണ് എന്നുള്ളതിൻ്റെ അർത്ഥമല്ലോ. ഇത് നല്ലതെങ്കിലെങ്കിൽ മോശം എന്നുള്ള അഭിപ്രായമല്ല ഇതിന് തമ്മിലുള്ളത്. സീരീസ് അല്ല കോമ്പിനേഷൻ എങ്കിൽ എന്നാൽ പിന്നെ വേറൊന്നും നോക്കാനില്ല, പാരലൽ ആണ് എന്നുള്ള ധാരണ വേണ്ട. സീരീസ് ഇല്ലെങ്കിൽ പാരലൽ ആവണം നിർബന്ധമൊന്നുമില്ല. രണ്ടും ഒന്നല്ലെങ്കിൽ മറ്റേതെന്ന് അഭിപ്രായമില്ല. ഇതിപ്പോൾ സീരീസ് അല്ല എന്നാൽ പാരലാണോ? അതുമല്ല. ഇത് സീരീസാണ്. ഇത് സീരീസാണോ? അല്ല. ഇത് പാരലാണോ? അല്ല. ഇത് സീരീസാണോ? അല്ല. ഇത് പാരലാണോ? അല്ല. സീരീസും അല്ല, പാരലും അല്ല. അപ്പോൾ അടുത്ത ചോദ്യം, പാരലാണെന്ന് എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ അന്വേഷിക്കുക? രണ്ട് കപ്പാസിറ്റർ പാരലാന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അതിൻ്റെ ലെഫ്റ്റ് പ്ലേറ്റും ഇവൻ്റെ ലെഫ്റ്റ് പ്ലേറ്റ്, ഇപ്പോൾ C1ൻ്റെ ലെഫ്റ്റ് പ്ലേറ്റ് ആയത്, C2ൻ്റെ ലെഫ്റ്റ് പ്ലേറ്റ് ആയത്, രണ്ടും ജോയിൻ്റ് ആവണം. ലെഫ്റ്റ് മാത്രം ജോയിൻ്റ് ആയ പോരാ, റൈറ്റും ജോയിൻ്റ് ആവണം. ലെഫ്റ്റും റൈറ്റും ജോയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പാരലായി. ഇപ്പോൾ ഇവിടെ ഇതെന്താ പാരലൽ എന്ന് പറയാത്തതെന്ന് ചില ആൾ ചോദിക്കും. ഇത് പാരലൽ, ഇത് കണ്ടിട്ട് പാരലൽ, എന്നാൽ പിന്നെ ഇത് പാരലൽ അല്ല. ഇവിടെ C2ൻ്റെ ലെഫ്റ്റും C4ൻ്റെ ലെഫ്റ്റും ജോയിൻ്റ് ആവുന്നുണ്ട്. എന്നാൽ C2ൻ്റെ റൈറ്റ് പ്ലേറ്റിന് C4ൻ്റെ റൈറ്റ് പ്ലേറ്റിൽ നേരിട്ട് ജോയിൻ്റ് ആവാൻ പറ്റുന്നില്ല. ഇവൻ ഇടയിൽ വന്നിട്ട് പാരയൊക്കെ പണിയുന്നു. ആര്? C3. അപ്പോൾ ചില ആൾ ചോദിക്കും, എന്നാൽ പിന്നെ C3യും C4ഉം പാരലൽ എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റൂല. C3യും C4ഉം പാരലൽ ആവാത്തതിൻ്റെ കാരണം എന്താ? അതിൻ്റെ റൈറ്റ് പ്ലേറ്റുകൾ ജോയിൻ്റ് ആവുന്നുണ്ട്, പക്ഷേ ഇവൻ്റെ ലെഫ്റ്റ് പ്ലേറ്റിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇടയിൽ ആരുണ്ട്? C2 ഉണ്ട്. അപ്പോൾ C2 ഇവിടെ കിടക്കുന്നത് ഇവരെ പാരലൽ ആക്കാണ്ടാക്കുന്നു. ഇത് രണ്ടും പാരലൽ ആവാണ്ടിരിക്കാൻ കാരണക്കാരൻ ഇവൻ. സപ്പോസ് ഇവൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് രണ്ടും എന്താവും? പാരലൽ ആവും. പറയുന്ന മനസ്സിലാവുന്നില്ല? അപ്പോൾ സീരീസിനെയും പാരലലിനെയും തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. ഈ ചാപ്റ്ററിൽ ഈ കപ്പാസിറ്ററിൻ്റെ സീരീസും പാരലും വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരാൾക്ക് അടുത്ത ചാപ്റ്ററിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ റെസിസ്റ്ററിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി 10th ഈ റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ ശരി. ഇനി ഇങ്ങനെ കപ്പാസിറ്റർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചില ആൾ ചോദിക്കുന്ന ആളാണ്, എന്താണ് അതിൻ്റെ മീനിങ്? വി ക്യാൻ റീപ്ലേസ് ദിസ് കോമ്പിനേഷൻ വിത്ത് എ സിംഗിൾ വൺ. ഈ മൂന്നാൾക്കാർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ഒരാൾക്ക് തുല്യനാണ്. ആ ഒരാളെ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ്. പറയുന്നല്ല. ഇപ്പോൾ ചില പണിക്കാരെ നോക്കിയിട്ട് നമ്മൾ പണിയും, ചില കൂലിപ്പണിക്കാരെ നോക്കിയിട്ട് നമ്മൾ പണിയും. അയാൾ രണ്ടാളെ പണിയെടുക്കും. എപ്പോഴാണ് നമ്മൾ അയാളെ രണ്ടാളെ പണിയെടുക്കുമെന്ന് പറയുന്നത്? അയാൾ ഒരു ദിവസം പണിക്ക് വന്നു കഴിഞ്ഞാൽ 2 പണിക്കാർ ചെയ്യുന്ന പണി ഒറ്റക്കെടുക്കുന്നതുകൊണ്ടാണ്. അയാൾ ഹീസ് ഇക്വലന്റ് ടു 2 വർക്ക്. അങ്ങനെ പറയില്ലേ? അല്ലാണ്ട് അയാൾ 2 ദിവസം പണിക്ക് വന്നു കഴിഞ്ഞാൽ 2 ആളെ പണിയെടുക്കുന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു ദിവസം ഒരാൾ 2 വർക്കർമാരുടെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ അയാൾ 2 ആളെ പണിയെടുക്കുന്നു? അതേപോലെയാണ് ഇവിടെയും പറയുന്നത്. ഈ 3 കപ്പാസിറ്ററും കൂടി ചേർന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന ചാർജിനെ ഒരു കപ്പാസിറ്റർ ഒറ്റക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒറ്റ ഒരാളെ വിളിക്കുന്ന പേര് ഈ 3 ആളുടെ എഫക്റ്റീവ് എന്ന് വിളിക്കും. ഇനി നമ്മൾ ആ എഫക്റ്റീവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്, അതിന് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ചില ആൾ ചോദിക്കും അതിനെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് എത്രയാണ് ചാർജ് പോകുന്നത് നോക്കുക, എന്നിട്ട് ഈ 3 പകരം ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ ഇങ്ങനെ 1 by 1 ആയിട്ട് റീപ്ലേസ് ചെയ്ത് നോക്കിയിട്ട് നേരത്തെ ഈ 3 ആളും കൂടി സ്റ്റോർ ചെയ്ത അതേ ചാർജ് വേറൊരാൾ കണക്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെല്ലാം എഫക്റ്റ് ചെയ്യും. അങ്ങനെ നോക്കിയാൽ മതി. പക്ഷേ അതിന് കുറേ ട്രയൽ ആൻഡ് എറർ ചെയ്യണ്ടേ, കുറേ കപ്പാസിറ്റർ നമ്മളിങ്ങനെ മാറ്റി വെച്ച് നോക്കണ്ടേ ഈ 3 ആൾക്ക് തുല്യൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ. അതിന് പകരമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന പോകുന്നത്, മാത്തമാറ്റിക്കലായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 3 ആൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ സ്റ്റോർ ചെയ്യുന്ന അത്രയും ചാർജിനെ സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരാളുടെ വാല്യൂ എത്രയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 3 കപ്പാസിറ്റർ എടുത്തു, C1, C2, C3 കണക്റ്റഡ് ഇൻ സീരീസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് A and B. അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് ആദ്യം ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റർ ഹെഡിങ് എഴുതുക. എന്നിട്ട് 2 ടൈപ്പ് ഉണ്ട് ഗ്രൂപ്പിംഗ് എഴുതുക. ഒന്നാമത്തെ ഹെഡിങ് സീരീസ് കോമ്പിനേഷൻ, അതിൻ്റെ പിക്ചർ വരക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ എഴുതുക. 2 or more capacitors are said to be connected in series between 2 points A and B if we can proceed from one end to the other end of the combination only through a single path. ഒറ്റ വഴിയിലേക്ക് കൂടി പോകാൻ പറ്റും.
അടുത്ത ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്ത് ഹെഡിങ് എഴുതുക, പാരലൽ കോമ്പിനേഷൻ ഹെഡിങ് എഴുതുക, ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് എഴുതുക 2 or more capacitors are said to be connected in parallel between 2 points A and B if we can proceed from one end to other end through different path. Ready? ഇനി അടുത്ത നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് എക്സ്പ്രഷൻ ഫോർ എന്തിനുള്ളത്, എക്സ്പ്രഷൻ ഫോർ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാം. എന്തിനുള്ള എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. എവിടെ? ഇൻ സീരീസ് കോമ്പിനേഷൻ. അതാദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റെസിസ്റ്ററിൻ്റെ എഫക്റ്റീവ് കോമ്പിനേഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ലെറ്റ് us consider 3 capacitors of capacity C1, C2, C3 connected in series between 2 points A and B. Let V be the potential difference applied across its end A and B. ഇങ്ങനെ നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യും. സെല്ല് കണക്ട് ചെയ്താലേ എഫക്റ്റീവ് ആവുള്ളൂ എന്നൊന്നുമില്ലേ. ഇവിടെ 3 ഇങ്ങനെ കണക്ട് ചെയ്താൽ തന്നെ ഒരു എഫക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെല്ല് കണക്ട് ചെയ്തത്. സെല്ല് കണക്ട് ചെയ്ത് സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ചാർജ് പോകും. ചാർജ് പോയിട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് പോയിട്ട് C1ൻ്റെ ലെഫ്റ്റ് പ്ലേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യും. C1ൻ്റെ ലെഫ്റ്റ് പ്ലേറ്റിൽ. ഇനി ശ്രദ്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആദ്യം തന്നെ ഇവിടെ നിന്ന് ചാർജ് പോയിട്ട് ഈ ലെഫ്റ്റ് പ്ലേറ്റിൽ ഡെപ്പോസിറ്റ്, അല്ലാണ്ട് ഇവിടെ ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇവിടുന്ന് ചാർജ് പോകില്ല, നേരെ ഇടിയേ പോകും. കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് ചാർജിന് പോകാൻ കഴിയില്ല. ഇവിടെ എന്തുണ്ട്? ഇൻസുലേറ്റിംഗ് മീഡിയ ഉണ്ട്. ഈ പ്ലേറ്റിൽ വന്നിട്ട് ചാർജ് ഡെപ്പോസിറ്റ് ചെയ്താൽ അപ്പം നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായാ? ഇത് മെറ്റൽ പ്ലേറ്റാണ്. C2ൻ്റെ റൈറ്റ് പ്ലേറ്റ് മെറ്റൽ പ്ലേറ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാർജ്ഡ് ബോഡി മെറ്റൽ പ്ലേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നടക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഒന്നാമത്തെ ചാപ്റ്ററിൽ ആദ്യം പഠിച്ച ടോപ്പിക്കാണ്. ഇൻഡക്ഷൻ നടക്കും. അങ്ങനെ ഇവിടെ ഇപ്പോൾ +Q വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? -Q വരും. ഇവിടെ -Q വരും. ഇവിടെ എന്ത് വരും? +Q വരും. ഇനി ഈ ഭാഗത്ത് -Q, ഈ ഭാഗത്ത് +Q. ഇവൻ കൊടുക്കുന്നയാ അല്ല, സ്വന്തം ഉണ്ടാക്കുന്നേ. ഈ +Q ചാർജ് എന്ത് ചെയ്യുന്നറിയാം? ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത +Q ചാർജ്, ഞാൻ ഇവിടെ എഴുതിയ +Q ചാർജിനെ മായ്ച്ചു കളഞ്ഞു. എന്താ മായ്ച്ചു കളഞ്ഞറിയാം? ഈ +Q ചാർജ് ഇവിടെ അധികം നിൽക്കൂല. ഈ വയറിലേക്ക് കൂടി പോയിട്ട് ഇവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത്. അപ്പോൾ ഇവനും കിട്ടി +Q ചാർജ്. ഇവൻ കൊടുത്തതാ അല്ല, ഇവൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് കൊടുപ്പിച്ചതാണ്. ഈ +Q ചാർജ് ഈ C2ൻ്റെ ലെഫ്റ്റ് പ്ലേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഇവിടെ നടന്ന അതേ പരിപാടി ഇവിടെയും നടക്കും C2ലും. അപ്പോൾ അതിൻ്റെ റൈറ്റ് പ്ലേറ്റിൻ്റെ ഇന്നർ സൈഡിൽ -Q ചാർജും ഔട്ടർ സൈഡായി ഇവിടെ ഞാൻ +Q ചാർജും ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഇൻഡക്ഷൻ വഴി ഉണ്ടാവുന്നത്. ഈ +Q ചാർജിനെ ഞാൻ ഇവിടുന്ന് മായ്ക്കാൻ പോകും. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാരണം. ഈ +Q ചാർജ് അധിക കാലം ഇവിടെ നിൽക്കൂല. കാരണം ഈ വയർ വഴി ഈ C3ൻ്റെ ലെഫ്റ്റ് പ്ലേറ്റിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഈ ലെഫ്റ്റ് പ്ലേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ വഴി ഇവിടെ -Q ചാർജ് ഉണ്ടാവും, ഇവിടെ -Q ചാർജ് ഉണ്ടാവും, ഇവിടെ +Q ചാർജ്. ആ +Q ചാർജ് ഇവിടെ നിൽക്കൂല. ഇതിലേക്ക് കൂടി ഇങ്ങനെ വന്നിട്ട് ഒന്നിക്കൽ ഈ ബാറ്ററീൻ്റെ നെഗറ്റീവിലേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഏർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏർത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ -Q ഉണ്ടാവില്ല, +Q ഉണ്ടാവില്ല, -Q ഉണ്ടാവും. ഇപ്പം നോക്കൂ, ഈ സീരീസ് കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത കണ്ടാ, ഈ നമ്മൾ അപ്ലൈ ചെയ്ത സെല്ല് കൊടുത്ത ചാർജ് Q സെയിം തന്നെ 3 സ്ഥലത്തും ഡെപ്പോസിറ്റ് ചെയ്തു. 3 കപ്പാസിറ്ററും. ശരിക്കും ഇവിടെ മാത്രമേ ഇവൻ കൊടുത്തിട്ട് ഡെപ്പോസിറ്റുള്ളൂ, ബാക്കിയെല്ലാം ഇവൻ ഇൻഡക്ഷൻ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. സോ ഇതൊരു വലിയ ഹൈലൈറ്റ് ആണ് സീരീസ് കോമ്പിനേഷൻ്റെ. നമ്മൾ സാധാരണ പറയാം, ഇൻ സീരീസ് കോമ്പിനേഷൻ when capacitors are connected in series, all the capacitors store same amount of charge irrespective of its capacity. ഇവിടെ കപ്പാസിറ്റി കൂടുതലായാലും കുറവായാലും ഒന്നും ഈ ചാർജിൽ വ്യത്യാസം ഉണ്ടാവില്ല, സെയിം ചാർജാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൽ ചാർജ് വന്നാൽ പ്ലേറ്റിൻ്റെ ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഞാൻ സിമ്പൽ കൊടുക്കുവാന്ന് V1. ഞാൻ പഠിച്ചിട്ടുണ്ട് ഫോർമുല V1 = ഫോർമുല Q/C. പഠിച്ചില്ല? Q = C × V. അപ്പോൾ V = Q/C. ഇവിടെ ഡെവലപ്പ് ചെയ്ത പൊട്ടൻഷ്യലിനെ ഞാൻ V2 എന്ന് എഴുതുന്നുണ്ടെങ്കിൽ ഈ V2 എന്തായിരിക്കും ഫോർമുല വരിക? V2 വരിക Q/C2. ആണെടോ Q മാറാത്തത്, ഇടിയും Q എല്ലാത്തിലും Q ആണ്. സീരീസ് കോമ്പിനേഷനിൽ സെയിം ചാർജാണ് ഈ പ്ലേറ്റിലും കിട്ടുന്നത്. എങ്കിൽ മൂന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ ഇടയിലുള്ള ഇവിടുത്തെ പൊട്ടൻഷ്യൽ വരിക V3 = ഫോർമുല വരിക Q/C3.
അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ്, ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2, ഈ രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എത്ര വരിക? എ മുതൽ ബി വരെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വരിക? V1 + V2 + V3. അപ്പോൾ ചില ആൾ സംശയം ചോദിക്കും. എന്നാൽ സംശയം എന്നറിയാം, ഇവിടെ എന്താ സാറേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും നിങ്ങൾ എഴുതാൻ ചെയ്യുന്നു? കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയിൽ മാത്രമേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളൂ. കാരണം അവിടെ മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സ്ഥലമാണ് പ്ലേറ്റിൻ്റെ അപ്പുറവും. അതായത് നമ്മൾ ഈ സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 അതുകൊണ്ട് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ഈ സ്ഥലങ്ങളിലൊന്നുമില്ല. പിന്നെ എവിടെയുള്ള പ്ലേറ്റിൻ്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി അപ്ലൈ ചെയ്തത് എത്രയാണ്? V ആണ്. അതുകൊണ്ട് ഇത് കൊടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത്. കാരണം എക്കും ബി കൊടുക്കില്ല, നമ്മൾ കൊടുത്തത് V. അതാണല്ലോ V1, V2, V3 ആയിട്ട് മുറിയുന്നത്. ആ V1 എത്രയാണ്? Q/C1. V2 എത്രയാണ്? Q/C2. V3 എത്രയാണ്? Q/C3. കോമൺ ആയിട്ട് Q കൊടുത്ത് ബാക്കി എന്താ വരിക? 1/C1 + 1/C2 + 1/C3. ഇത് ടോട്ടൽ ചാർജ് ഡെപ്പോസിറ്റഡും ടോട്ടൽ വോൾട്ടേജും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ക്യൂവിനെ ഇങ്ങോട്ട് കിടക്കുന്നു. അപ്പോൾ എന്താ വരിക? V/Q = 1/C1 + 1/C2 + 1/C3. ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ ചാർജിനാ ടോട്ടൽ ചാർജ് ബൈ വോൾട്ടേജ് ആണ്. Q/V ആണ് C. ഇത് V/Q ആയതുകൊണ്ട് എന്ത്? 1/C. ഇതിൻ്റെ ബാക്കി ഞാനിത് എവിടെ എഴുതുന്നുണ്ട്? 1/C. 1/C ആയതിൻ്റെ കാരണം മനസ്സിലായി. Q/V ആണ് C. ഇത് V/Q ആണ്. അപ്പോൾ എന്ത് വരും? 1/C = 1/C1 + 1/C2 + 1/C3. ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയും. റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് കപ്പാസിറ്റിക്കാണ് ഇക്വേഷൻ. 1/C1 + 1/C2 + 1/C3 = 1/C. ഇതാണ് റെഡി. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റി ഇതാണ് റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് കപ്പാസിറ്റി ഇൻ സീരീസ് കോമ്പിനേഷനുള്ള ഫോർമുല. സം ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റീസ് 1/C effective = 1/C1 + 1/C2 + 1/C3. Effective capacity in series combination will be always less than the least value of individual capacity. അങ്ങനെയാണ് സാധാരണ പറയാം. കാരണം ഈ C1ൻ്റെയും C2ൻ്റെയും C3ൻ്റെയും വാല്യൂവിൽ ഏറ്റവും ചെറുതേതാണോ അതിലും താഴെയായിരിക്കും പോലും ഈ C എഫക്റ്റീവിൻ്റെ വാല്യൂ. നിങ്ങൾ ഏതെങ്കിലും 2-3 നമ്പർ ഇവിടെ എക്സാമ്പിൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് C എഫക്റ്റീവ് കണ്ടുപിടിച്ച് നോക്കൂ. ഈ കിട്ടുന്ന ആൻസറായ C എഫക്റ്റീവ് C1, C2, C3നേക്കാളും ചെറുതായിരിക്കും. ഇനി ഇതിനകത്ത് കുറച്ച് സ്പെഷ്യൽ കേസുകളുണ്ട്. ഈ ഡെറിവേഷൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസ് ഇനി അതാ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് 2 സ്പെഷ്യൽ കേസാണ് ഉള്ളത്. ഒന്നാമത്തെ സ്പെഷ്യൽ കേസ് പറയുന്നത് ഇതിപ്പോൾ 3 കപ്പാസിറ്ററുള്ള റിസൾട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. 2 ഉള്ളൂ ചോദിക്കുക. C1ഉം C2ഉം മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ ഒരു പോർഷൻ ഉണ്ടാവില്ലല്ലോ. ഈ ഡെറിവേഷൻ്റെ റിസൾട്ടിൽ കിട്ടിയ 1/C3 ഉണ്ട്. അപ്പോൾ 1/C effective = 1/C1 + 1/C2 തരും. അതവിടെ എഴുതിയിട്ടില്ല കണ്ട. C1 C2 മാത്രമേ. അപ്പോൾ ഇവിടെ LCM എടുത്തു കഴിഞ്ഞാൽ എന്താ വരും? ഇതിങ്ങോട്ടേക്കും പോയിട്ട് C2 + C1. അപ്പോൾ C effective എപ്പോഴും ഈ ഇക്വേഷൻ്റെ കുഴപ്പം എന്താണെന്നറിയാം. നമ്മളിതെല്ലാം ചെയ്തിട്ട് മറന്നു പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് C എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ അല്ല, 1/C എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ C എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ തിരിച്ചിടുമ്പോൾ C1 C2 + C1 + C2 C1 C2/C1 + C2. അടുത്തൊരു സ്പെഷ്യൽ കേസാണ് ഇത്. ഇഫ് ദർ ആർ n കപ്പാസിറ്റേഴ്സ് ഈച്ച് ഓഫ് കപ്പാസിറ്റി C കണക്ട് ഇൻ സീരീസ്. n കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലായ? ഇപ്പോൾ ഒരു 4 കപ്പാസിറ്റർ ഉണ്ട്, എല്ലാം 5 μF ആണ് എനിക്ക്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം എന്താ വരിക? 1/C effective = 1/C + 1/C + 1/C + അങ്ങനെ എത്ര ടേം ഉണ്ടാവും? n ടേംസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ വരിക n/C എന്ന് വരും. അപ്പോൾ C effective വരിക C/n. ഇത് തിരിച്ചിടണ്ടേ? അപ്പോൾ അങ്ങനെയാണ് ഈ റിസൾട്ട് വന്നത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലായ? ഈ ഇക്വേഷൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലായ? ഇപ്പോൾ 10 μF-ൻ്റെ 4 സീരീസ്, ഇവിടെ 10 μF, ഇവിടെ 4 ഇരിക്കുക, n 4 ഇരിക്കുക. അപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിക്കണ്ട. 1/10 + 1/10 + 1/10 + 1/10 എന്ന് 4 പ്രാവശ്യം എഴുതാൻ നിൽക്കണ്ട. ഒരു 10നെ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പറായ 4 കൊണ്ട് ഇവിടെ. അപ്പോൾ 10/4 μF ആൻസർ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. റെഡി? അപ്പോൾ നിങ്ങൾ ഈ ഡെറിവേഷൻ എഴുതണം.
ഡെറിവേഷൻ എഴുതണം. ഡെറിവേഷൻ്റെ ഈ ഭാഗം കുറച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ കേസായി ഈ 2 കേസും എഴുതണം. അപ്പോൾ ഡെറിവേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ ഹെഡിങ് ഇങ്ങനെ എഴുതുക, എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റി. എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കുക. എന്നിട്ട് എഴുതുക കൺസിഡർ 3 കപ്പാസിറ്റർ C1, C2, C3 കണക്റ്റഡ് ഇൻ സീരീസ് between 2 points A and B. Let V be the potential difference applied across A and B. And Q be the charge given to the left plate of C1. Then electrostatic induction, all the capacitor acquire same charge Q. Then potential difference across C1, V1 equal to Q by C1. Similarly, potential difference across C2, C3. അതാണ് V2, V3. അത് രണ്ടും എഴുതുക. പിന്നെ ഈ ഡെറിവേഷൻ ഇങ്ങനെ സ്റ്റെപ്പെല്ലാം എഴുതുക. ഇവിടെ ഇതിന് 1/C എന്ന് കൊടുക്കുക. അതാ 1/C എന്ന് കൊടുത്ത് 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 അങ്ങനെ വന്നു. റെഡി? എന്നിട്ട് ഇതുവരെ എഴുതിയതിന് ശേഷം എഴുതുക എഫക്റ്റീവ് കപ്പാസിറ്റി വിൽ ബി ലെസ് ദാൻ ദ ലീസ്റ്റ്. പിന്നെ സ്പെഷ്യൽ കേസായിട്ട് ഇത് രണ്ടും എഴുതും. ഓക്കെ, ഇത്രയാണ് സീരീസിൻ്റെത്. ഇനി പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ ചെയ്യണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.